നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു നോൺ വെജ് അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബീഫ് അച്ചാർ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ 1 കിലോ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. കറിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാളും അല്പം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് അധികം നെയ്യില്ലാത്ത ബീഫ് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അവസാനമായി ഉപ്പ് 1/2 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ. ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം പ്രഷർ കുക്ക് ചെയ്ത് വേവിക്കുക. ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിക്കുക. ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫ്, പ്രഷർ കുക്കറിന്റെ വലിപ്പം ഇതൊക്കെ അനുസരിച്ചിട്ട് വിസിലിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ കിട്ടുന്ന ബീഫ് വേവിക്കാൻ ഏകദേശം 4-5 വിസിലൊക്കെ വേണ്ടിവരും. ഏറ്റവും അവസാനത്തെ വിസിലിന് ശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിലാവുന്നത് വരെ ഏകദേശം 15-20 മിനിറ്റ് നേരം അനക്കാതെ വയ്ക്കുക. ഇതിലേക്കിനി ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ചൂടായി കഴിയുമ്പോൾ ബീഫിനുള്ളിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിക്കോളും. ഇനി കുക്കർ അടച്ച ശേഷം പ്രഷർ കുക്ക് ചെയ്ത് വേവിക്കുക. ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതുപോലെ അല്പനേരം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വെള്ളം വറ്റിക്കോളും. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊക്കെ ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ 1 കപ്പ് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അച്ചാറ് കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുക. 1 മാസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതിയാകും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വേവിച്ചു വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കുക. ഇനി ഈ ബീഫിനുള്ളിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞ് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഏകദേശം 7-8 മിനിറ്റ് നേരം ഫ്രൈ ചെയ്യുക. ആദ്യത്തെ 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും ഫ്രൈ ചെയ്യുക. ഇടയ്ക്ക് 3-4 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബീഫ് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഓവറായിട്ട് ഫ്രൈ ചെയ്ത് ഹാർഡായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. ബീഫ് ഫ്രൈ ചെയ്ത ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പാനിന് അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ബീഫിൻ്റെ പൊടിയൊക്കെ ഒഴിവാക്കി ഈ എണ്ണ ഊറ്റിയെടുക്കുക. അങ്ങനെ എടുത്ത എണ്ണയാണിത്. ഏകദേശം 1/4 കപ്പുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഈ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വച്ച ശേഷം 1/4 കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1/4 കപ്പ് വെളുത്തുള്ളി വലുതാണെങ്കിൽ 2-4 ആയിട്ട് കീറിയിടുക. ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതിയാകും. പച്ചമുളക് 6 എണ്ണം, കറിവേപ്പില 3-4 തണ്ട്. അടുത്തതായി ഉപ്പ് 1 ടേബിൾ സ്പൂൺ, അതായത് 3 ടീസ്പൂൺ. ഇനി ഇത് ഇളക്കി വഴട്ടിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 10 മിനിറ്റ് നേരമാണ് വഴട്ടേണ്ടത്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. അതിനു മുമ്പായിട്ട് തീ ഓഫ് ചെയ്യുക, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. സാധാരണ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. എരിവ് കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ. കായപ്പൊടി ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം 5-10 സെക്കൻഡ് നേരം മാത്രം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരുന്ന ബീഫ് ചേർക്കുക. വീണ്ടും ഒന്നുകൂടി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർക്കുക. അതോടൊപ്പം തന്നെ വീണ്ടും ഉപ്പ് 1 ടേബിൾ സ്പൂൺ. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തീ കൂട്ടി മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. പിന്നീട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇതിപ്പോൾ അല്പം ഗ്രേവി കൂടുതലായിട്ട് തോന്നിയാലും അല്പനേരം കഴിഞ്ഞ് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും. ഇതിപ്പോൾ ഏകദേശം 8 മണിക്കൂറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി ആവശ്യത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട്. അച്ചാർ നന്നായിട്ട് തണുത്തതിനു ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്.
അച്ചാർ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ജാറും അതുപോലെ തന്നെ അത് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും ഒട്ടും തന്നെ വെള്ളമയമില്ലാത്തതും നല്ലതുപോലെ ഉണങ്ങിയതുമായിരിക്കണം. അതുപോലെ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. അച്ചാർ ഒന്ന് സെറ്റ് ആവുന്നതിനായിട്ട് കുറഞ്ഞത് 1 ദിവസമെങ്കിലും വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.